മങ്കടയിൽ ലീഗ് വിമതനെ പിന്തുണയ്ക്കാൻ LDF തീരുമാനം. മുസ്ലിം ലീഗ് പുറത്താക്കിയ കുന്നത്ത് മുഹമ്മദിനെയാണ് LDF പിന്തുണയ്ക്കുന്നത്. നിലവിൽ LDF സ്ഥാനാർത്ഥി PM അലവി മത്സരത്തിൽ നിന്ന് പിന്മാറും. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് തങ്ങളോട് ആലോചിക്കാതെയാണ് ഏറ്റെടുത്തതെന്ന പരാതി ജനാധിപത്യ കേരള കോൺഗ്രസിനുണ്ട്. മങ്കടയിലെ LDF സ്ഥാനാർത്ഥിയായി PM അലവിയെ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അലവിയുടെ ആദ്യഘട്ട പ്രചരണത്തിന്റെ അവസാന സമയത്താണ് മങ്കടയിലെ ലീഗിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗ് പുറത്താക്കിയ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് LDFന്റെ നിലവിലെ തീരുമാനം. അകാരണമായാണ് ലീഗ് തന്നെ പുറത്താക്കിയതെന്ന് കുന്നത്ത് മുഹമ്മദ് പറഞ്ഞു. 37ഓളം വർഷം മണ്ഡലം കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു സുപ്രഭാതത്തിൽ നമ്മൾക്കറിയാം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ട് അറിയാൻ കഴിയും. മങ്കടയിൽ LDF വിജയിക്കുമെന്ന് നിലവിലെ സ്ഥാനാർത്ഥി PM അലവി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നൽകിയ പത്രിക അലവി പിൻവലിക്കും. ഞങ്ങളുടെ ഉദ്ദേശം മങ്കട നിയോജക മണ്ഡലം LDF ജയിക്കലാണ്. അതിനേത് നീക്കുപോക്കുകൾ ഉണ്ടാകാം തയ്യാറാവും. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് തങ്ങളോട് ചോദിക്കാതെ ഏറ്റെടുത്തു എന്ന പരിഭവം ജനാധിപത്യ കേരള കോൺഗ്രസിനുണ്ട്. തങ്ങൾ നിർദ്ദേശ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ CPM സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കളുടെ പരാതി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകില്ല. മീഡിയ 1 തിരുവനന്തപുരം.